എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സിന്റെ ഒരു ക്ലാസ് ആണ്. അപ്പോൾ മാത്സ് ഒട്ടും അറിയാത്തവർക്ക് പോലും ബേസിക് മുതൽ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിന്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫസ്റ്റിലെ വീഡിയോ മുതൽ കണ്ടുപോവുക. അപ്പോഴാണ് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ മാത്സിനെ കുറിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭിന്നസംഖ്യകളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലോട്ടും എത്തിക്കാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഭിന്നസംഖ്യകൾ എന്താണ്? ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്, ഇവിടെ നോക്കുക, P/Q എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. നമ്മൾ സംഖ്യകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഭാജ്യസംഖ്യ, അഭാജ്യസംഖ്യ. ആ കൂട്ടത്തിൽ നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. P/Q എന്ന് പറയുന്ന ഫോമിൽ എഴുതുന്ന സംഖ്യകളെയാണ് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നോക്കുക, 3/5, 7/9 ഇങ്ങനെയുള്ള സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ. ഇതിലെ മുകളിൽ എഴുതുന്ന സംഖ്യയെ പറയുന്ന പേരാണ് അംശം അഥവാ ന്യൂമറേറ്റർ. ഓക്കെ, അംശം. താഴത്തെ സംഖ്യയെ പറയുന്നതാണ് ഛേദം അഥവാ ഡിനോമിനേറ്റർ. അപ്പോൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത് P/Q ഫോമിൽ എഴുതുന്ന സംഖ്യകളാണ്. മുകളിൽ എഴുതുന്ന സംഖ്യ അംശം എന്നും താഴെ എഴുതുന്ന സംഖ്യ എന്തെന്ന് പറയും? ഛേദം എന്നുമാണ് പറയുന്നത്. ഇതിൽ ഛേദം അല്ലെങ്കിൽ Q എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവാനായിട്ട് പാടില്ല. Q നോട്ട് ഈക്വൽ ടു 0 ആണ് എപ്പോഴും. ഓക്കെ, Q എന്ന് പറയുന്നത് ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി ഈ ഭിന്നസംഖ്യ എങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഇതൊരു കേക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ കേക്കിനെ 2 ഈക്വൽ പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഒരു പോർഷൻ നമുക്ക് കിട്ടി, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? 2 ഈക്വൽ പാർട്സ് ഉണ്ട്, അതിൽ ഒരു പോർഷനാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനെയല്ലേ എഴുതുന്നത്? അപ്പം 2 ആക്കിയതിൽ ഒരു ഭാഗം എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ? 2ൽ ഒരു ഭാഗം, അതാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? 1/2. 2ൽ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ 2ൽ ഒരു ഭാഗം 2/1 ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ് അല്ലേ? ഇങ്ങനെ എഴുതാൻ പാടില്ല. 2ൽ 1 എന്ന് പറയുമ്പോൾ 1/2 എന്നാണ് ഫോമിൽ വരിക. ഇനി ഇതിനെ തന്നെ 4 പാർട്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ഭാഗമാണെങ്കിലോ, 4 പാർട്ടാക്കിയതിൽ ഒരു ഭാഗമാണ് കിട്ടിയതെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? 4 പാർട്ടുണ്ട്, അതിലൊരു ഭാഗം, അപ്പോൾ 1/4 എന്ന് വരും. ഇനി 4 ആക്കിയതിൽ 3 ഭാഗമാണെങ്കിലോ, 3 ഭാഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയും? 3/4 അല്ലേ? 4 ഉണ്ട്, അതിൽ 3 ഭാഗം അല്ലേ? അപ്പോൾ ഇതിന് പറയുന്ന പേരുകൾ എന്തൊക്കെയാണ് ഈ എഴുതിയിട്ടുള്ളത്? 1/4നെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കാൽ എന്ന് പറയുക അല്ലേ? കാൽ ഭാഗം എന്ന് പറയുക. 1/2 നമ്മൾ പറയും അര എന്ന് പറയും. 3/4 നമ്മൾ പറയും മുക്കാൽ എന്ന് പറയും അല്ലേ? അപ്പോൾ ഭിന്നസംഖ്യയുടെ രൂപമാണിത്. 4 ആക്കിയതിൽ 3 ഭാഗമാണ് മുക്കാൽ അല്ലേ? 2 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗമാണ് അര. 4 ഭാഗം ആക്കിയതിൽ ഒരു ഭാഗമാണ് കാല്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ഭിന്നസംഖ്യ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഈ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഇവിടെ നോക്കുക, ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ കൺസെപ്റ്റ് ഒന്ന് അറിയുക. എന്താണ് 6/6, 11/11? എന്താണ് ഇതിൻ്റെ അർത്ഥം? 6ൽ 6 എന്ന് പറയുമ്പോൾ 6ൽ 6 എത്ര പ്രാവശ്യം പോവും? ഒരു തവണയാണ് പോവുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 1. 11/11 1 ആണ്. അപ്പോൾ ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് ആൻസർ കിട്ടുക? 1 ആണ് കിട്ടുക. ഇതിനിപ്പോൾ 1000/1000 ആണെങ്കിലും എത്രയാണ് ആൻസർ? 1 ആണ്. എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ ചെറിയ സംഖ്യ ആയിക്കോട്ടെ, ഒരേ സംഖ്യയെ അല്ലേ, ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയണം. ഇനി ഇവിടെ നോക്കുക, 2/7 + 4/7 ഭിന്നസംഖ്യയാണ്, കൂട്ടാനാണ് തന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യുക? 2/7 + 4/7. ഇവിടുത്തെ സംഖ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് താഴെ 2ഉം 7 ആണ് അല്ലേ?
അപ്പോൾ താഴെയുള്ള സംഖ്യയുടെ എന്താ പറയുക? ഛേദം. ഛേദം ഇതുപോലെ തുല്യമാണെങ്കിൽ, രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഇവിടെയും 7 ആണ്, ഇവിടെയും 7 ആണ്. ഛേദം തുല്യമായിട്ട് വരുന്ന ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാൻ ചെയ്യേണ്ട കാര്യം ഛേദം അതുപോലെ എടുത്തെഴുതുക. ഇവിടെ രണ്ടിടത്തും 7 ആയതുകൊണ്ട് 7നെ അതുപോലെ തന്നെ എടുത്തെഴുതുക. പിന്നെ എന്ത് ചെയ്യുക? മുകളിലെ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതുക. അപ്പോൾ മുകളിലെ സംഖ്യ എന്ന് പറയുമ്പോൾ 2ഉം 4ഉം, 2ഉം 4ഉം കൂടെ കൂട്ടി എത്രയാണ്? 6. അപ്പോൾ 6/7 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്തത് നോക്കുക. 3/12 + 4/12 എന്ത് വരും? ഇവിടെയും എന്താണ് പ്രത്യേകത? ഛേദം രണ്ടും തുല്യമാണ്. ഛേദങ്ങൾ തുല്യമായ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? മുകളിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതുക. 3ഉം 4ഉം 7 ഡിവൈഡഡ് ബൈ ഛേദം അതുപോലെ എടുത്തെഴുതുക 12. ഓക്കെ ആണല്ലോ? അപ്പോൾ ഛേദം തുല്യമായി വരുന്ന ഭിന്നസംഖ്യകൾ എന്ത് ചെയ്യണം? ഛേദം അതുപോലെ എടുത്തെഴുതുക. മുകളിലെ സംഖ്യകൾ മാത്രം എന്ത് ചെയ്യുക? കൂട്ടി എഴുതുക. അപ്പോൾ നമ്മുടെ ഭിന്നസംഖ്യകളുടെ ഈ കൂട്ടൽ മനസ്സിലായല്ലോ. അടുത്തത് നോക്കുക. 2/4 + 3/5. ഇവിടെ എന്താണ് പ്രത്യേകത? ഛേദങ്ങളൊന്നും തുല്യമില്ല അല്ലേ? അപ്പോൾ സാധാരണ രണ്ട് ഭിന്നസംഖ്യകളാണ്. അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാൻ തന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചേക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക, ഇങ്ങനെയും ഗുണിക്കുക. എങ്ങനെയാണത് ഗുണിക്കുന്നത്? ആദ്യം ഇങ്ങനെ 2 × 5 ചെയ്യാം. ഞാനിവിടെ ആദ്യത്തേതായതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്. 2 × 5 ചെയ്യുക. 2 × 5 എത്രയാണ്? 10 അല്ലേ? ഇനി ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. ഇനി എന്ത് ചെയ്യുക? ഇത് ഇങ്ങനെ ഗുണിച്ചു. ഇനി ഇത് ഇങ്ങനെ ഗുണിക്കാം. 3 × 4 ചെയ്യാം. 3 × 4 ചെയ്യാം. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ താഴെയുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. 4 × 5 ചെയ്യാം. ഓക്കെ, ഇത് നമുക്കിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് എഴുതിയത് കേട്ടോ. 2 × 5 + 4 × 3 ഡിവൈഡഡ് ബൈ 4 × 5. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ സംഖ്യയുടെ അംശവും രണ്ടാമത്തേതിൻ്റെ ഛേദവും കൂടെ ഗുണിച്ചു, പ്ലസ് അടുത്തതിൻ്റെ അംശവും ഇതിൻ്റെ ഛേദവും കൂടെ ഗുണിച്ചു, ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെ ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി ഇത് എഴുതുക. 5 × 2 എത്രയാണ്? 10 പ്ലസ് 3 × 4 എത്രയാണ്? 12. ഈ ബ്രാക്കറ്റ് ഗുണിച്ചത് ആദ്യം ചെയ്തിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ 2 × 5 10. 10 + 3 എന്നൊന്നും പറഞ്ഞ് ചെയ്യരുത്. 5 × 2 10 ചെയ്തു, 3 × 4 12 ചെയ്തു. അത് രണ്ടും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ 4 × 5 20. ഇവിടെ 10 + 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22 ഡിവൈഡഡ് ബൈ 20 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക. അടുത്തത് 6/8 + 4/7. ഇതേപോലെ തന്നെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാണ്? 6 7 42. നമുക്ക് ഗുണിച്ചത് അതുപോലെ എഴുതാലോ. 6 7 42 പ്ലസ് 8 4 എത്രയാണ്? 32. 4 8 32 ഡിവൈഡഡ് ബൈ 8 7 എത്രയാണ്? 56. എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാം. 2ഉം 2ഉം കൂടെ കൂട്ടിയാൽ 4, 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ 7 ഡിവൈഡഡ് ബൈ 56. 74/56 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2ഓ 3ഓ എത്രയാണെന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് വെട്ടിച്ചുരുക്കിയിട്ട് വേണമെങ്കിലും എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. വെട്ടിച്ചുരുക്കാമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വെട്ടിച്ചുരുക്കാം. വെട്ടിച്ചുരുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് 3 ഭിന്നസംഖ്യകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 2 ഭിന്നസംഖ്യകൾ വ്യത്യസ്തമായത് വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതെന്താണെന്ന് മനസ്സിലായല്ലോ? ഛേദം തുല്യമായി വന്നു കഴിഞ്ഞാൽ ഛേദം അതുപോലെ എടുത്തെഴുതി മുകളിലെ സംഖ്യ കൂട്ടുക, അതും മനസ്സിലായി. ഇനി 3 ഭിന്നസംഖ്യകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അടുത്തത് നോക്കുക. 1/2 + 3/5 + 1/10. ഇവിടെ 3 ഭിന്നസംഖ്യകളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ നേരത്തെ മെത്തേഡ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? ആദ്യം ഈ 2 ഭിന്നസംഖ്യകൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടെത്തി, പിന്നെ ആ ഭിന്നസംഖ്യ വെച്ച് അടുത്തതിനെ ക്രോസ് ചെയ്യണം. അപ്പോൾ 2-3 സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ഇത് ഒറ്റ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ടൊരു മെത്തേഡ് ഉണ്ട്, LCM മെത്തേഡ്. അപ്പോൾ LCM മെത്തേഡ് അറിയണമെങ്കിൽ LCM എന്താണെന്നുള്ളത് അറിയണം അല്ലേ? അപ്പോൾ LCM എന്താണെന്നുള്ളത് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ LCMനെ കുറിച്ചിട്ടും HCFനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാം. ലസാഗു,
ഉസാഖ, അതാണ് സംഭവം. LCM ലസാഗു, HCF എന്താണ് ഉസാഖ. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം LCM മെത്തേഡ് ലസാഗു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കുന്നത്, ഇതിൻ്റെ ഭിന്നസംഖ്യകൾ കൂട്ടുന്നത്. വളരെ എളുപ്പമാണ്. ലസാഗു ഉസാഖ എന്നൊന്നും പറഞ്ഞ് ആരും പേടിക്കേണ്ട. ലസാഗു കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. പറഞ്ഞു തരാം. ഇവിടെ നോക്കുക, 2, 5, 10 അല്ലേ, താഴെ കിടക്കുന്ന സംഖ്യകളുടെയാണ് നമുക്ക് ലസാഗു കണ്ടുപിടിക്കേണ്ടത്. ഭിന്നസംഖ്യകൾ 3 എണ്ണമായിട്ട് കൂട്ടുമ്പോൾ 3 4 അങ്ങോട്ട് എത്ര വേണമെങ്കിലും 2ൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലസാഗു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, LCM മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ LCM എടുക്കേണ്ടത് 2, 5, 10 ഛേദം വന്നിരുന്ന 3 സംഖ്യകളുടെ LCM ആണ് എടുക്കേണ്ടത്. അപ്പോൾ 3 സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് എങ്ങനെയാണ് എടുക്കുക, 2, 5, 10. ഇതിൻ്റെ LCM കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. തന്നിട്ടുള്ള 3 സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കുക. ഏതാണ് വലുത്? 10 ആണ്. ഈ 10 ബാക്കിയുള്ള 2 നമ്പേഴ്സിൽ കൃത്യമായിട്ട് പോവുമോ എന്ന് നോക്കുക. അതായത് ബാക്കിയുള്ള നമ്പേഴ്സ് ഇതിലെ ഘടകങ്ങളാണോ എന്നുള്ളത് നോക്കുക. ഘടകങ്ങളാണെങ്കിൽ ഈ 10 ആണ് ഈ സംഖ്യകളുടെ LCM. ഓക്കെ, അപ്പോൾ 10 എന്ന് പറയുന്നത് 2 10ൽ കറക്റ്റായിട്ട് പോവില്ലേ, 5 2 10 ആണ്. അപ്പോൾ 5ഉം 2ഉം 10ൽ കറക്റ്റായിട്ട് പോകും, 10ൻ്റെ ഘടകങ്ങളാണ്. അതുകൊണ്ട് ഈ 10 ആണ് ഇതിൻ്റെ LCM. ഇനി അതല്ലാത്ത കേസിൽ അപ്പോൾ പോവാതിരുന്നാൽ എന്താണ് എന്നുള്ളത് അടുത്ത ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ 10ൽ 5ഉം 2ഉം കറക്റ്റായിട്ട് പോകുന്നത് കൊണ്ട് 10 ആണ് എന്ത്, ഇതിൻ്റെ LCM എന്ന് പറയുന്നത്. അപ്പോൾ LCM 10 കിട്ടി. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LCM 10 കൊണ്ട് ഈ 3 ഭിന്നസംഖ്യയും ഗുണിക്കുക. അതായത് 1/2 ഇൻറ്റു 10 ചെയ്യുക, പ്ലസ് 3/5 ഇൻറ്റു 10 ചെയ്യുക, പ്ലസ് 1/10 ഇൻറ്റു 10 ചെയ്യുക. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഇങ്ങനെയാണ്, ഇത് ആദ്യം പഠിച്ചു വയ്ക്കുക. 10 കൊണ്ട് 10 ആണ് നമ്മുടെ LCM എന്ന് മനസ്സിലായല്ലോ. ആ 10 കൊണ്ട് ഈ 3 ഭിന്നസംഖ്യനെയും ഗുണിക്കുക. ഗുണിച്ചിട്ട് നോക്കുക, എഴുതുക. അതായത് ഇവിടെ 2 10ൽ ഇതെങ്ങനെയാണ് വെട്ടിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 2 10, 2 10ൽ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. ഇവിടെ 5ഉം 10ഉം കൂടെ വെട്ടാം. 5ൽ 5 1 പ്രാവശ്യം, 10ൽ 5 2 പ്രാവശ്യം, ഇവിടെ 10ൽ 10 1 പ്രാവശ്യം അല്ലേ. ഇതെങ്ങനെ വെട്ടിച്ചെറുതാക്കി ഈ 10 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ എന്തുണ്ട്, ഈ LCM 10 അതുപോലെ തന്നെ എഴുതുകയും വേണം. ഓക്കെ, LCM 10 അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് ഈ 10നെ മുകളിലെ എല്ലാ സംഖ്യകളും കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇവിടെ ഗുണിച്ച് വെട്ടിച്ചുരുക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 5 അല്ലേ, ഒരു 5 പ്ലസ് ഇവിടെ 3 2 6 പ്ലസ് ഇവിടെ 1 × 1 1 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര കിട്ടി? 5ഉം 6ഉം 11, 11 1 12, 12/10 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് എന്ത്, ഈ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, 1/6 പ്ലസ് 2/4 പ്ലസ് 1/3. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ LCM മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതും കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡ്രസ്സ് മാറിയിട്ട് നോക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം കറണ്ട് പോയപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നോക്കുക, 1/6 പ്ലസ് 2/4 പ്ലസ് 1/3. ഇപ്പോൾ LCM മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഛേദത്തിൻ്റെ LCM എടുക്കണം അല്ലേ, ഓർമ്മയുണ്ടല്ലോ, ഛേദത്തിൻ്റെ LCM എടുക്കണം. അപ്പോൾ ഇവിടെ ഛേദം എന്ന് പറയുമ്പോൾ 6 4 3 ഈ സംഖ്യകളുടെ LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ഏതാണ് വലുത്? 6 ആണ് വലിയ സംഖ്യ. ഇനി ഈ 6 എന്ന് പറയുന്നതിൻ്റെ ഘടകങ്ങളാണോ 4ഉം 3ഉം? ബാക്കിയുള്ള 2 സംഖ്യകൾ ഈ വലിയ സംഖ്യയുടെ ഘടകങ്ങളാണോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ 4 എന്ന് പറയുന്നത് 6ൻ്റെ ഘടകമാണോ? അതായത് 4നെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 6 കിട്ടുമോ? ഇല്ല. അപ്പം 4 ഒരു ഘടകമല്ല. അപ്പം ഇനി അടുത്ത സംഖ്യ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? 2 സംഖ്യകളും 6ൻ്റെ ഘടകങ്ങളാണെങ്കിൽ മാത്രമാണ് അത് LCM ആയിട്ട് വരുള്ളൂ. 4 അല്ല, പക്ഷെ 3 ആണെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പം എന്താണില്ല? 6 എന്ന് പറയുന്നത് ഇതിൻ്റെ LCM അല്ല. അപ്പം LCM എടുക്കാൻ എന്ത് ചെയ്യണം? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പോകുമെങ്കിൽ അല്ലേ, നേരത്തെ 10 അങ്ങനെയാണ് വന്നത്, പോയപ്പോൾ അത് 10 LCM ആണെന്ന് പറഞ്ഞു. ഇവിടെ ഘടകങ്ങളല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6നെ 2 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 6നെ 2 കൊണ്ട് ഗുണിക്കുക. 6ൻ്റെ അപ്പോൾ 6 × 2 എത്രയാണ്? 12. ഈ 12ൽ ഈ 2 സംഖ്യകളും കൂടെ പോകുമോ എന്ന് നോക്കുക.
ഓക്കെ, 12ന്റെ ഘടകങ്ങളാണോ ഈ രണ്ട് നമ്പേഴ്സ് എന്ന് നോക്കാം. ആണോ നോക്കൂ, 4ഉം 3ഉം. 4 3 12 ആണ് അല്ലേ? അപ്പോൾ 12 എന്ന് പറയുന്നതിന്റെ ഘടകങ്ങളാണ് ഈ 4ഉം 3ഉം. അതുകൊണ്ട് തന്നെ ഈ 12 ആയിരിക്കും ഈ സംഖ്യകളുടെ എന്ത്, LCM എന്ന് പറയുന്നത്. ഇനി 12ൽ പോയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ അടുത്ത 3 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ആ നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കുക, 6 4 3 ഇതിന്റെ LCM എന്താണ്, 12 ആണ്. അപ്പൊ നമുക്ക് LCM കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഈ LCMനെ എന്ത് ചെയ്യണം, ഈ ഓരോ ഭിന്നസംഖ്യ കൊണ്ടും ഗുണിക്കണം അല്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, LCM താഴെ അതുപോലെ എടുത്തെഴുതുക, മുകളിലുള്ളത് ഭിന്നസംഖ്യകളെ ഗുണിക്കുക അല്ലേ? 1/6 × 12 പ്ലസ് 2/4 × 12 പ്ലസ് 1/3 × 12. ഇങ്ങനെ ചെയ്യാം. ഇനി എന്ത് ചെയ്യണം, ഇതിൽ വെട്ടിച്ചുരുക്കാൻ പറ്റുന്നതൊക്കെ വെട്ടിച്ചുരുക്കുക. 6ഉം 12ഉം, 6ൽ 6 ഒരു പ്രാവശ്യം, 12ൽ 6 എത്ര പ്രാവശ്യം പോകും, 2 പ്രാവശ്യം. കഴിഞ്ഞു അല്ലേ? ഇനി ഇവിടെ നോക്കുക, 4 4ൽ ഒരു പ്രാവശ്യം, 12ൽ 4 എത്ര പ്രാവശ്യം പോകും, 3 പ്രാവശ്യം. 3 4 12 ആണ്. ഇനി ഇവിടെ 3 3ൽ ഒരു പ്രാവശ്യം, 12ൽ 3 4 പ്രാവശ്യം അല്ലേ? അപ്പോൾ വെട്ടിച്ചുരുക്കി. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് ഗുണിച്ചെഴുതാം. ഇവിടെ 1 ഉണ്ട്, 1 × 2 എത്രയാണ്, 2 പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്, ഇൻറ്റു ഇവിടെ 3 ഉണ്ട് അല്ലേ? 2 × 3 എത്രയാണ്, 6 പ്ലസ് ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്, 1 × 4 4 ഡിവൈഡഡ് ബൈ 12 അവിടെ തന്നെ ഉണ്ട്. ഇനി ഇത് നമ്മൾ കൂട്ടുമ്പോൾ 6ഉം 2ഉം 8ഉം 8ഉം 4ഉം 12 അല്ലേ? അപ്പോൾ 12/12 വരും. 12/12 എന്ന് വെച്ചാൽ എത്രയാ, 1 അല്ലേ? ഏതൊരു സംഖ്യയെയും അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക, 1 ആണ്. സോറി, ഹരിച്ചാൽ 1 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് LCM മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഭിന്നസംഖ്യകളെ കൂട്ടുന്നത്. ഇനി 4 ഭിന്നസംഖ്യകളാണെങ്കിലും 5 ഭിന്നസംഖ്യകളാണെങ്കിലും എല്ലാം നമ്മൾ എന്താ ചെയ്യുക, ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കൂട്ടുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ ഭിന്നസംഖ്യകൾ എന്താന്ന് പഠിച്ചു, ഭിന്നസംഖ്യകൾ കൂട്ടുന്ന രീതി പഠിച്ചു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ബാക്കി കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്